അത്രയ്ക്കും പറയുകയാണെങ്കിൽ ബോർഡ് ഫുള്ളും അദ്ദേഹത്തിനല്ലാതെ ഞാനന്നുണ്ടായിരുന്നു, ഇതിൻ്റെ കൂടെ അന്ന് വനിതമാരുണ്ടായിരുന്നു. അന്ന് അൻവർസാർക്ക് വന്നിട്ടില്ല ബസ്. ഞാനേനെ ഇതെന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടി വന്ന വരുവാണ്. അന്ന് ഫുള്ള് കവറേജ് ചെയ്ത് വേണ്ടപ്പെട്ട അത്യാവശ്യം തിരിയലില്ലാതെ ഏതെങ്കിലും മുമ്പ് സ്റ്റാർമാരെ തന്നെ ഈ അബ്ദുൽ സാറ് കീഴിലുണ്ട്. അതൊക്കെ പോയി. പിന്നെ ഇവിടുന്നുള്ള ബന്ധം കൊണ്ട് പിന്നെ ഫോണിലോട് വിളിച്ചിട്ട് പറയുന്ന അവസാനം കൂടെ നോക്കി ഇങ്ങനത്തെ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാക്കിയില്ല. പക്ഷേ ഞാൻ പറയും മോളെ, ഞാൻ എന്താ പറയുക 10-18 കൊല്ലമായിട്ട് ലക്ഷം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി വേറെയുള്ള കമ്പനിയിലെ അറിഞ്ഞിട്ട് ദിവസം നേടാം. അപ്പം എൻ്റെ മൂത്ത മകളോട് ഇരിക്കുന്നുണ്ട്. ഇവളെ കല്യാണം ഇല്ലാത്ത രണ്ടാമത്തെ മകളെ കല്യാണം കഴിഞ്ഞ് 4ാമത്തെ മകളെ കല്യാണത്തിനൊക്കെ ഇവര് വരുന്നുണ്ട്. ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ വരുന്നുണ്ട്. അടുത്തൊക്കെ അന്വേഷിച്ചിട്ട് പോരാത്തത് എൻ്റെ 5ാമത്തെ മകളെ കല്യാണം മുടക്കി എന്ന് പറയാം. കാരണം അവരെല്ലാം പരിപാടിയും പറഞ്ഞ ബ്ലോക്ക് ചെയ്യാൻ ഗൾഫിൽ വരാൻ ടിക്കറ്റ് പറഞ്ഞ ആള് കോടിക്കണക്കിന് പറ്റിച്ച് മുങ്ങി നടക്കുകയാണ്. അപ്പൊ അങ്ങനെ പഴയ അനുഭവമുള്ളതാണ് ഞാൻ. ഇന്നേരം പിന്നെയും അംസാക്ക വന്നോളില്ല. കാരണം അൻവർ സാറ് ഞാൻ ഇരുന്നൊരു ലേഡി വിളിച്ചു. പിന്നെ ഈ നമ്പർ ആര് കൊടുക്കുന്നറിയില്ല, നിങ്ങളൊന്ന് നേരിട്ട് മീറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ DSP ആള് കൊണ്ടുപോയി ഇവിടെ എത്തി. അപ്പൊ അനുവർ ഞാൻ സുലൈക്കാമയുടെ ഞങ്ങൾ ഇന്ന് കേരളത്തെ റൗണ്ട് ഞാൻ പറഞ്ഞു, മോളെ എനിക്ക് അനുഭവം കുറേയുണ്ട്, ഇതിനൊന്നും ആവശ്യമുണ്ട. കാരണം പൈസ പിന്നെ ഏതൊരു ബിസിനസ്സും ലാഭം കൊടുക്കുകയാണെങ്കിൽ എവിടെ കൊടുക്കുക, നമ്മൾ കമ്പനിക്കാണ് ഈ സാധനം വിറ്റിട്ടുള്ള ലാഭമാണ് നമുക്ക് അവരെവിടെ കൊടുക്കുക, ലക്ഷങ്ങൾ കൊടുക്കാൻ വിൽക്കുകയാണ് കേട്ടോ. നമ്മളിങ്ങനെ പോയി അംശാക്കാരിൽ നിന്ന് 1 ലക്ഷം വാങ്ങി വേറെ 2 പേർക്ക് ലക്ഷം വാങ്ങുമ്പോൾ എനിക്ക് 2000 രൂപ കിട്ടും. അപ്പൊ ഞാൻ കരുതി ഞാൻ 1 ലക്ഷം കൊടുക്കും, 98,000 കൊടുക്കും. അപ്പൊ ഞാൻ 4 ആളെങ്കിലും ചാർത്തി കൊടുക്കാൻ നോക്കും. കമ്പനികൾ കോടികൾ ഉണ്ടാക്കി പറ്റൊക്കെ വിഷയം. അപ്പൊ അനുഭവമാണ് ഇതിന്റെ പെങ്ങളാണെന്ന് ധരിച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. അപ്പൊ നിങ്ങൾ 2 പേര് 20,000 രൂപ ആണെങ്കിൽ 40,000 രൂപ ഞാൻ വാങ്ങിയിട്ട് മറ്റന്നാൾ ഇതിനുണ്ട് ഒരു പാർട്ടിയിൽ തരാൻ തയ്യാറാണ്, എനിക്കൊരു വീടൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞാളാണ് കോട്ടേഴ്സിലാണ് താമസിക്കുന്നത്. ഇന്നിപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ ഈ കോട്ടേഴ്സിൽ എവിടെ ഞാൻ വിളിച്ചാൽ ഫോൺ ആരും എടുക്കുന്നില്ല. പിന്നെ നേരത്തെ ഈ എന്താ പറയുക അബ്ദുൽ സാറെ ടീം വിളിച്ചിരുന്ന അവരിപ്പോ ഫോൺ അടിച്ചാൽ കിട്ടില്ല. കാരണം ഇവരൊക്കെ ലക്ഷങ്ങൾ കൂടുതലും കിട്ടിയ ഒരു മാർക്കും ഉണ്ടാവില്ല. അപ്പൊ വെസ്റ്റേജിൽ ഞാൻ വന്നിട്ടുണ്ട്, എന്റെ രോഗം ഒരു ഫയലാണ്. എനിക്ക് കൂടിയൊന്നും ഉണ്ടാക്കാമെന്നാണ്. എങ്ങനെ രോഗം? ഞാൻ ഷുഗറായി 10-23 വർഷമായിട്ട് ഷുഗറൊന്നും നോർമലായി കിട്ടാൻ അതിന് എന്റെ അയൽവാസി ബ്രാൻഡ് മോഡിക്കാരുടെ ജ്യൂസ് എന്റെ മൂത്ത മോള് ഇപ്പൊ 2,500 എങ്ങനെയെങ്കിലും ഒത്തിച്ച് സാധനം വാങ്ങാണ്ട് അതൊന്നും നമുക്ക് ടെൻഷനില്ല. അപ്പൊ ആ ജ്യൂസുകളിൽ പല ജ്യൂസൊക്കെ കുടിച്ചുകൊണ്ട് ഞാൻ എത്തിയിട്ടില്ല. പല കമ്പനിയുടെ പൊടികളും കഴിച്ച് ഇവിടെ എത്തിയില്ല. വെസ്റ്റേജിലെ ഉൽപ്പന്നം ഉപയോഗിച്ചു. ഒരു മാസത്തിനുള്ളിൽ നല്ല റിസൾട്ട്. ആ റിസൾട്ട് രാവിലെ വന്നാൽ അൻവർ സാർ ഞാൻ ഈ പരിശോധിച്ച് ലീസ്റ്റ് അവനെ കാണിച്ചു കൊടുത്തു. നേരത്തെ സുഖങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവന് ഇതെങ്ങനെ സംഭവിക്കുന്നത്? അപ്പൊ നമ്മളവിടെ വരുന്നൊരു ഏറ്റവും അവിടെ അറിയപ്പെടുന്ന ഒരു അത്യാവശ്യം വേണ്ടപ്പെട്ട ഒരു വ്യക്തിയുണ്ട്. അയാൾ വന്നിരിക്കുമ്പോൾ അയാൾ വഴി ലീസ്റ്റ് കണ്ടു ഇതിന്റെ ഷുഗർ ഈ ലെവലിലാണ്. അപ്പൊ അയാൾക്ക് ഷുഗറിന്റെ കൊട്ടാരാണ്, വൈഫിന് മുട്ടുവാനുണ്ട്. അപ്പൊ ഞാൻ സഫലമാനത്തിന് കണക്ട് ചെയ്ത് സംസാരിച്ചു കൊടുത്തു. ആദ്യമായിട്ട് അയാളിൻ്റെ ഒരു 6,000 സാധനം ഇപ്പൊ ഞാൻ നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ ഇങ്ങനത്തെ ഇതിന്റെ ഗുണങ്ങൾ അതൊന്നും വേണ്ടാന്ന് തന്നെ. അങ്ങനെ 1-2 ആളുകൾ ഒരാൾ 12,000 സാധനം വാങ്ങിന്റെ കയ്യിൽ പരമാവധിയാണ്. നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് വാങ്ങും, നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും നിങ്ങളിൽ വിശ്വാസം ഒരു സാധനം തന്നാൽ മതി. ഞാൻ എന്നോട് പോയിട്ടാണ് 12,000 രൂപ സാധനം ഞാൻ കൊടുത്തു. എന്തൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ള കമ്പനിയിൽ. അപ്പൊ ഞാൻ പറയുന്നത് ചില വ്യക്തികൾക്ക് സാധനം ഉപയോഗിച്ചാൽ മതി. ചിലവർ ചോദിക്കുന്നുണ്ട് ഇത് ഒന്നുമില്ല 2 കുറിച്ച് ഞങ്ങളെ തെറ്റിന് പോകാമെന്ന് ചോദിച്ചു. നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോ ഈ കൃഷ്ണദാസാറ കുഞ്ഞുങ്ങളാണ് ഇങ്ങനെ സംതൃപ്തി കേൾക്കുന്നത്. കാരണം ഞാൻ ഡബ്ബ പൊട്ടിച്ചിട്ട് കൈക്ക് പൊട്ടിനത്ര അത് തൊഴിലിട്ട് വളവ് കിട്ടുന്ന ആളാണ്. അപ്പൊ അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ 45 തെറ്റിയതാണ് 10 വയസ്സ് കൂടിയെന്ന് തോന്നുന്നു. കാരണം എന്താ പറയുക, നമ്മൾക്ക് അത്യാവശ്യം നമ്മളുടെ നേരത്തെ ഇവര് പറഞ്ഞ പോലെ ഇവരൊക്കെ പറഞ്ഞാൽ നമ്മുടെ കോശങ്ങളൊക്കെ റെഡിയായി. ഇപ്പൊ എന്നെ സംബന്ധിച്ചാണ് ഞാൻ ഇതിന്റെ പഴയ കാലഘട്ടത്തിൽ പോയില്ല പറഞ്ഞതാണ്. അതിന് വെസ്റ്റേജ് ആയിട്ട് വെസ്റ്റേജ് നിങ്ങൾ ഒന്നും ചിന്തിക്കണം. മറ്റിപ്പോ അത്തരം വരട്ടെ എന്റെ ഞാൻ എല്ലാ ചാർജസും ചെയ്തു. എന്റെ കുറെ ലീഡേഴ്സ് ഒക്കെ അത്തറില് ടാറ്റസ് വെച്ചിട്ട് അച്ഛന്റെ പൈസ അവരോട് ഞാൻ അധികം എടുത്തിട്ട് ഞാനോട് ചോദിക്കുന്നുണ്ട്. നല്ല മണമൊക്കെ ഉണ്ട്, ശരീരം കൂടി നോക്കണ്ട, അത് നല്ലത്. അതിനകത്ത് വെസ്റ്റേജ് സ്മെല്ലൊക്കെ ഉണ്ടാവും. അത് ഞാൻ തർക്കം പറയില്ല. സ്മെല്ല് പോലെ നമുക്ക് ജീവിക്കാൻ നമുക്ക് ഹെൽത്തി വേണ്ടേ, ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. അതുണ്ടെങ്കിൽ ഇനി സമ്പത്ത് കിട്ടിയും കഴിയും. അപ്പൊ ഇത് രണ്ടും കിട്ടൂല.
അപ്പൊ ഞാൻ ഇതിൽ വന്നത് ഇതിനാണോ? ഞാൻ എന്റെ അസുഖ പ്രശ്നമായി, മൂത്തുകാർക്ക് ഡിസ്കിന് പ്രശ്നം ഉണ്ടായിരുന്നു, കാലങ്ങളായിട്ട് വെറ്റിട്ടിരുന്നതാണ്. അവളെ മാറ്റം കൊടുത്തു, മൂന്നാമത്തെ മാറ്റം കൊടുത്തു, അവന്റെ കുടുംബം ഡെവലപ്പ് ആക്കി എടുത്തു. എന്നിട്ടാണ് ഞാൻ പുറത്തുള്ളവർ കൊടുത്ത് ഈ വരുവ് വന്ന ചാടിക്കാൻ വന്ന അൻവറും ആധാരം ചെയ്തോണ്ടിരിക്കും, നാളെ തരാന്നറിയും, മറ്റന്നാൾ തരാന്നറിയും. ഇപ്പൊ എന്താ പറയാ, നമ്മൾക്ക് പറ്റുവാൻ്റെ സംസാരിച്ചിട്ട് രജിസ്റ്റർ ചെയ്യാത്തത് എല്ലാവരും അനുഭവം. കാരണം ഇത് അറിയുന്നത് വരെ ആർക്കും കിട്ടിയിട്ടില്ല. അപ്പൊ എന്താ നിങ്ങൾക്ക് വേണ്ടുന്നത്? ഈ ടാറ്റ ഷോ ഇതൊന്നുമല്ല നമ്മളെ ആവശ്യം. നമുക്ക് ഇവിടെ സെക്യൂറായ ഒരു സിസ്റ്റം ഉണ്ടാവും. കാരണം നിങ്ങൾ ഇവിടെ എന്തെങ്കിലും നിങ്ങളുടെ മക്കൾ നിങ്ങളെ പറ്റി ഓർക്കുന്ന സിസ്റ്റം എക്സ്ചേഞ്ച് ഉണ്ടായതുകൊണ്ട് മൃഗം നിന്നാൽ നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാവും, സമ്പത്തും ഉണ്ടാവും. പൈസ ആരോഗ്യം